പ്രൈസ് ദ ലോർഡ്. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. തോമാസ് ലീഹ ഇന്ത്യയിൽ വന്നിട്ടുണ്ടോ? വടക്കേ ഇന്ത്യയിലാണോ തെക്കേ ഇന്ത്യയിലാണോ ആദ്യം വന്നത്? വെറും പാരമ്പര്യങ്ങളും ഐതിഹ്യങ്ങളും പുരാണങ്ങളും മാത്രമാണോ തോമാസ് ലീഹായുടെ വരവിനെക്കുറിച്ച് നമുക്കുള്ളത്? അതോ നിഷേധിക്കാനാകാത്ത, ഖണ്ഡിക്കാൻ പറ്റാത്ത തെളിവുകൾ നമുക്കുണ്ടോ? മാർ തോമാസ് ലീഹായുടെ ദുഃഖാന തിരുനാളിന് ഒരുങ്ങുന്ന നമുക്ക് ഈ ദിവസങ്ങളിൽ ഈ കാര്യങ്ങളാണ് ചർച്ച ചെയ്യാനുള്ളത്. ഇന്ന് നമ്മളൊരു വിവാദം, ആ വിവാദത്തോടു കൂടിയാണ് തുടങ്ങുന്നത്. 2006 സെപ്റ്റംബർ 27 ബെനഡിക്ട് മാർപ്പാപ്പ തൻ്റെ പതിവ് മതബോധന സമയത്ത് തോമാസ് ലീഹയെക്കുറിച്ചുള്ള ധ്യാനം വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു: ഒരു കാര്യം നാം ഓർക്കേണ്ടതുണ്ട്. വളരെ പുരാതനമായ പാരമ്പര്യം അവകാശപ്പെടുന്നത് തോമസ് സിറിയയിലും പേർഷ്യയിലും സുവിശേഷം പ്രസംഗിച്ചു. ഇക്കാര്യം സഭാപിതാവായ ഒരിജൻ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടെന്ന് കേസരിയയിലെ എബിസബിയസ് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. സഭാചരിത്രം 3:1. പിന്നെ തോമസ് പടിഞ്ഞാറ് ഇന്ത്യയിലേക്ക് പോയി. തോമായുടെ നടപടികൾ 1, 2, പിന്നെ 17. അവിടെ നിന്ന് തെക്കേ ഇന്ത്യയിലേക്കും ക്രിസ്തുധർമ്മം എത്തിച്ചേർന്നു. മാർപ്പാപ്പയുടെ ഈ പ്രസംഗം പിറ്റേ ദിവസം ലൊസർബത്തര റൊമാനോ എന്ന് പറയുന്ന വത്തിക്കാന്റെ ഔദ്യോഗിക പത്രത്തിൽ വരികയും ചെയ്തു. ഇവിടെ പടിഞ്ഞാറ് ഇന്ത്യയിലേക്ക് തോമസ് ലീഹ ആദ്യം പോയി. അവിടെ നിന്ന് തെക്കേ ഇന്ത്യയിലേക്ക് ക്രിസ്തുധർമ്മം എത്തിച്ചേർന്നു. ഇത് വലിയ വിവാദമായി. അങ്ങനെയാണോ സംഭവിച്ചത്? മാത്രമല്ല, തെക്കേ ഇന്ത്യയിൽ തോമസ് ലീഹ വന്നിട്ടില്ല എന്ന് ബെനഡിക്ട് മാർപ്പാപ്പ പറഞ്ഞുവെന്ന് പ്രചരിപ്പിക്കുകയും ചെയ്തു. അത് വലിയ വിവാദമായി. വാസ്തവത്തിൽ പിറ്റേ 2 മാസം കഴിഞ്ഞ് 2006 നവംബർ 27 വത്തിക്കാന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഒരു തിരുത്ത് വരുത്തിയിട്ടാണ് ആ പ്രസംഗം പ്രസിദ്ധപ്പെടുത്തിയത്. അപ്പസ്തോലൻ തെക്കേ ഇന്ത്യയിലും സുവിശേഷം പ്രസംഗിച്ചു, സഭകൾ സ്ഥാപിച്ചു എന്നായിരുന്നു തിരുത്ത്. ഈ തിരുത്ത് പലരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല. മറിച്ച് ഇന്ത്യയിലേക്ക് തോമസ് ലീഹ വന്നിട്ടില്ല എന്നൊരു പ്രചാരണത്തിനാണ് പ്രാധാന്യം കിട്ടിയത്. അങ്ങനെയാണല്ലോ ഈ പത്രങ്ങൾ സെൻസേഷണൽ സംഗതികൾ മാത്രമാണല്ലോ പറയുന്നതും നമ്മൾ ശ്രദ്ധിക്കുന്നതും. എന്തുകൊണ്ടാണ് മാർപ്പാപ്പ അങ്ങനെ പറഞ്ഞത്? ഈ പറഞ്ഞ പോലെ പറഞ്ഞത് തെക്കേ ഇന്ത്യയിൽ തോമസ് ലീഹ വന്നതിന് തെളിവുകളുണ്ടോ? തോമസ് ലീഹ വടക്ക് പടിഞ്ഞാറ് ഇന്ത്യയിൽ സഭ സ്ഥാപിച്ചിട്ടുണ്ടോ? ഈ വക കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ ഞാൻ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾക്ക് കൃത്യമായ തെളിവുകളെല്ലാം ഒരു വീഡിയോയിൽ ഹാജരാക്കാൻ പറ്റില്ല. അതിൻ്റെ കൃത്യമായ തെളിവുകളെല്ലാം ഉള്ള ചില ഗ്രന്ഥങ്ങൾ ഞാൻ ആദ്യം പരിചയപ്പെടുത്തുകയാണ്. ദ ക്വസ്റ്റ് ഫോർ ദ ഹിസ്റ്റോറിക്കൽ തോമസ് അപ്പോസ്റ്റൽ ഓഫ് ഇന്ത്യ, എ റീറീഡിംഗ് ഓഫ് ദ എവിഡൻസ്, ജോർജ് നെടുങ്കാട്ടച്ചൻ്റെ വളരെ ശാസ്ത്രീയമായി എഴുതപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. മലയാളത്തിലുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കി അത് നമ്മളെല്ലാവരും വായിച്ചിരിക്കേണ്ടതാണ്. ദ ഫസ്റ്റ് വോയേജ് ഓഫ് ദ അപ്പോസ്റ്റൽ തോമസ് ടു ഇന്ത്യ, ഏൻഷ്യൻ ക്രിസ്ത്യാനിറ്റി ഇൻ ബാറോക്ക് ആൻഡ് തക്ഷശീല. ഡോക്ടർ ജെയിംസ് കുരികിലങ്കാട്ട് MST സന്യാസമൂഹത്തിൽപ്പെട്ട അച്ഛനാണ്. വളരെ നല്ല പുസ്തകമാണിത്. തോമസ് കുട്ടിയുടെ സെയിന്റ് തോമസ് ദി അപ്പോസ്റ്റൽ, ന്യൂ ടെസ്റ്റമെന്റ്, അപ്പോക്രിഫ ആൻഡ് ഹിസ്റ്റോറിക്കൽ ട്രഡീഷൻസ് ബ്രിട്ടനിൽ നിന്ന് പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. ഒറിജിൻ ഓഫ് ക്രിസ്ത്യാനിറ്റി ഇൻ ഇന്ത്യ, എ ഹിസ്റ്റോറിയോഗ്രാഫിക്കൽ ക്രിട്ടിക് എന്ന് പറഞ്ഞിട്ട് കപ്പുച്ചിൻ സഭയിൽപ്പെട്ട ബെനഡിക്ട് വടക്കേക്കര അച്ഛൻ്റെ ഗ്രന്ഥമാണ്. പിന്നെ ഒരു ചെറിയൊരു ബുക്ക്ലെറ്റാണ് KS മാത്യു, സീമ സഭയിലെ ജോസഫ് ചാക്കോ ചെന്നാട്ടുശ്ശേരി, ആന്റണി ബംഗ്ലാവ് പറമ്പിൽ അവർ തയ്യാറാക്കിയിരിക്കുന്ന ഒരു ചെറിയ ബുക്ക്ലെറ്റാണ് ഇത്. ഈ ഗ്രന്ഥങ്ങളിലെല്ലാം ഞാൻ പറയുന്ന കാര്യങ്ങൾക്കുള്ള തെളിവുകളുണ്ട്. വടക്ക് പടിഞ്ഞാറ് ഇന്ത്യയിൽ തോമസ് ലീഹ സുവിശേഷം പ്രസംഗിക്കാൻ ആദ്യം പോയി എന്ന് പറയാൻ, അങ്ങനെ ആ അന്വേഷണം തുടങ്ങാൻ ഒരു കാരണമുണ്ട്. യേശു മരിച്ചത് AD 30 തോമസ് ലീഹ തെക്കേ ഇന്ത്യയിലെത്തിയത് AD 52. അപ്പോൾ അതിനിടയിലുള്ള ഈ 22 വത്സരങ്ങൾ തോമസ് ലീഹ എവിടെയായിരുന്നു? ആ ഒരു അന്വേഷണം, അതിൽ നിന്നാണ് നമുക്ക് തെളിവുകളെല്ലാം കിട്ടുന്നത്. വളരെ പ്രബലമായ ഒരു നിഗമനം ഇതാണ്: തോമസ് ലീഹ ആദ്യം കരവഴി, നമ്മളിപ്പോൾ പറഞ്ഞ സിൽക്ക് റൂട്ട്, വടക്ക് പടിഞ്ഞാറ് ഇന്ത്യയിലെത്തി. ഇതിനുള്ള തെളിവുകൾ നമുക്ക് പരിശോധിക്കാം. അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിന്ന് പറഞ്ഞല്ലോ. ആദ്യം നമുക്ക് ആ വഴി എന്ന് പരിചയപ്പെടും. ഇങ്ങനെ ഒരു വഴി ഉണ്ടോ? ഈ പാലസ്തീനയിൽ നിന്നും ഇന്ത്യയിലേക്ക് അങ്ങനെ ഒരു വഴി ഉണ്ടായിരുന്നോ എന്ന് ആദ്യം പരിചയപ്പെടാം. സിൽക്ക് പാത എന്നത് 19ാം നൂറ്റാണ്ടിൽ കൊടുത്തൊരു പേരാണ്. അതിനു മുമ്പ് അത് അറിയപ്പെട്ടിരുന്നത് രാജപാത എന്നൊക്കെയാണ്. BC 3ാം ശതകത്തിലെങ്കിലും, അതിനു മുമ്പ് തൊട്ടുമുണ്ട്,
യൂറോപ്പും ഏഷ്യയും, അതായത് പാശ്ചാത്യരും പൗരസ്യം തമ്മിലുള്ള വ്യാപാര ബന്ധത്തിന്റെ പാതയായിരുന്നു ഇപ്പൊ നമ്മൾ സിൽക്ക് റൂട്ട് എന്ന് പറഞ്ഞ പാത. പാർത്തിയൻ സാമ്രാജ്യം അനറ്റോളിയയിൽ നിന്ന് ഇന്ത്യയിലേക്ക്, ഇപ്പോഴത്തെ അഫ്ഗാനിസ്ഥാൻ, തങ്ങളുടെ സാമ്രാജ്യം വ്യാപിപ്പിച്ചപ്പോൾ കിഴക്കേ ആഫ്രിക്കയും മെഡിറ്ററേനിയൻ പ്രദേശം നമ്മളെ ബന്ധവും വർദ്ധിച്ചു. പാർത്തിയൻ എന്ന് പറഞ്ഞാൽ വടക്കേ ഇറാനിലെ അവിടെയുള്ള കേന്ദ്രീകരിച്ചുള്ള സാമ്രാജ്യമാണ്. ഗ്രീക്ക് ചരിത്രകാരനായ ഹെറഡോട്ടസ് BC ക്രിസ്തുവിന് മുമ്പ് 475 എഴുതുകയാണ്, പേർഷ്യ സാമ്രാജ്യത്തിന്റെ രാജപാതയായിരുന്നു ഈ സിൽക്ക് റൂട്ട് എന്ന് വിളിക്കുന്ന പാതയെന്ന് BC 475 ഗ്രീക്ക് ചരിത്രകാരനായ ഹെറഡോട്ടസ്. ടൈഗ്രിസ് നദിയുടെ കിഴക്കൻ ഭാഗത്തുള്ള സൂസ നഗരത്തിൽ നിന്ന് ആരംഭിച്ച് സ്മിർണയിലേക്ക് ഇപ്പോഴത്തെ തുർക്കി എത്തുന്നു. പേർഷ്യ സാമ്രാജ്യം ആ പാത സംരക്ഷിക്കുകയും ചെയ്തു. ഇതൊന്നും നമുക്ക് കാണാം. ഇതാണ് നമ്മൾ പറയുന്ന ഈ ഏഷ്യ മൈനർ. ഇത് ഗ്രീസ്, മഹാനായ അലക്സാണ്ടർ സാമ്രാജ്യമൊക്കെ, മാസിഡോണിയ, ഗ്രീസ്, ഇതാണ് ഏഷ്യ മൈനർ. ഇവിടെയാണ് നമ്മൾ പറയുന്ന ഈ സ്മിർണ, അവിടെ നിന്നും സൂസ, ഇതാണ് സൂസ. അപ്പൊ ഈ സ്മിർണയിൽ നിന്ന് വെളിപാട് ഗ്രന്ഥത്തിലെ 7 ലേഖനങ്ങളൊന്നും എഴുതപ്പെട്ടത് സ്മിർണായൽ സഭയ്ക്കാണ്. ഇവിടെ നിന്നും ഈ സൂസ വരെയുള്ളതാണ് സിൽക്ക് പാതയുടെ ആദ്യത്തെ പാത. അവിടെ നിന്ന് പിന്നീട് ഡെവലപ്പ് ചെയ്ത് ഇന്ത്യ, ചൈന, അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ ഇതായിരുന്നു ആദ്യത്തെ പാത. പിന്നീട് സിൽക്ക് പാത വിപുലമാക്കിയ അടുത്ത വ്യക്തി മഹാനായ അലക്സാണ്ടർ ആണ്. BC 556 മുതൽ 323 വരെയാണ് അദ്ദേഹത്തിന്റെ കാലയളവ്. മാസഡോണിയയിൽ, മക്കഡോനിയ നിന്ന് സെൻട്രൽ ഏഷ്യയിലേക്കും സാമ്രാജ്യം വ്യാപിപ്പിക്കാൻ ശ്രമത്തിന്റെ ഭാഗമായിരുന്നു അത്. നവപേർഷ്യൻ സാമ്രാജ്യത്തെ, അതിനെ ഏക്കുമെനീദ് സാമ്രാജ്യം എന്നാണ് വിളിക്കുക, കീഴ്പ്പെടുത്തിയ അലക്സാണ്ടർ ഗാന്ധാര, കാണ്ഡഹാർ, തക്ഷശില എന്നീ പട്ടണങ്ങൾ പിടിച്ചെടുത്തു. BC 326 ഇന്ത്യയിലേക്ക് കടന്നു കയറി പഞ്ചാബ് വരെ എത്തി മഹാനായ അലക്സാണ്ടർ. വികസിക്കപ്പെട്ട സിൽക്ക് റൂട്ടാണ് ഈ കാണുന്നത്. ഇവിടെ ഇത് ഇറ്റലി, ഇത് ഗ്രീസ്, ഇത് തുർക്കി, ഇവിടെയാണ് ഇസ്രായേല്, ലെബനൻ, സിറിയ, ഇറാഖ്, ഇറാൻ, അന്നത്തെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, ഇതൊക്കെ ചേരുന്നതാണ് അക്കാലത്തെ ഇന്ത്യ എന്ന് ഓർക്കുക. അപ്പൊ നോക്കുക, ഈ പാലസ്തീനായാലുള്ള തോമസ് ലീഗയ്ക്ക് ഈ റൂട്ട് കയറി കഴിഞ്ഞാൽ ഇന്ത്യയിലേക്ക് എത്താനായിട്ട് ഒരു പ്രയാസവും ഇല്ല. അന്നത്തെ ഒരു വ്യാപാര റൂട്ടായിരുന്നു അത്. BC 323 അലക്സാണ്ടർ ബാബിലോൺ വെച്ച് മരിച്ചു. പഞ്ചാബിൽ വന്നിട്ട് ഇന്ത്യയിലേക്ക് കടക്കാതെ പിന്നെ സിന്ധു വഴി അങ്ങനെ തിരിച്ചു പോകുകയായിരുന്നു അലക്സാണ്ടർ. അങ്ങനെ ബാബിലോൺ വെച്ച് മരിച്ചു. 2 വത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ മൗര്യ സാമ്രാജ്യം ഇന്ത്യയിൽ സ്ഥാപിതമായി. 323 അലക്സാണ്ടർ മരിച്ചു. 321 മൗര്യ സാമ്രാജ്യം ഇന്ത്യയിൽ സ്ഥാപിതമായത്. മൗര്യ സാമ്രാജ്യത്തിലെ അശോകനെ നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രസിദ്ധനായ അശോകൻ, അത് മൗര്യ സാമ്രാജ്യത്തിലെ ചക്രവർത്തിയായിരുന്നു. ആ മൗര്യ സാമ്രാജ്യം ഒന്ന് നോക്കുക. കാണ്ഡഹാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗാന്ധാര, അങ്ങനെ തുടങ്ങി പാകിസ്ഥാൻ, ഇതെല്ലാം ചേരുന്നതാണ് ഈ അശോകന്റെ സാമ്രാജ്യം. അശോകന്റെ സാമ്രാജ്യത്തിൽ കേരളം ഉൾപ്പെട്ടിട്ടില്ല. കേരളത്തെ അന്ന് വിദേശമായിട്ടാണ് കണക്കാക്കിയിരുന്നത്. അതൊക്കെ നമുക്ക് പിന്നീട് അത് ഈ പഠനം നമുക്ക് ആവശ്യമാണ്, പിന്നീട് നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. ഈ മഹാനായ അലക്സാണ്ടർ മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മക്കളില്ലായിരുന്നു, ഭാര്യ ഗർഭിണിയായിരുന്നു, പക്ഷെ പ്രസവിച്ചിട്ടില്ല. അപ്പോൾ ഗ്രീക്ക് സാമ്രാജ്യം 3ആയിട്ട് വിഭജിച്ച് സിറിയ തുടങ്ങിയ സ്ഥലങ്ങൾ സെലൂസിഡ് രാജാക്കന്മാരും ഈജിപ്റ്റ് തുടങ്ങിയ സ്ഥലങ്ങൾ ടോളമിമാരും എടുത്തു. ഈ ഗ്രീക്ക് സെലൂസിഡ് രാജാവിനെ BC 248 വടക്കേ ഇറാനിലെ പാർത്തിയക്കാര് കീഴ്പ്പെടുത്തി. 248 ഏകദേശം 20 വത്സരങ്ങളോളം അവർ ഈ സിൽക്ക് പാതയിലെ വ്യാപാരം തടസ്സപ്പെടുത്തി, വടക്കേ ഇറാനിലെ പാർത്തിയക്കാര്. അപ്പോഴാണ് ഈജിപ്തിലെ ടോളമിമാര്, അവര് ഈജിപ്തിൽ ഭരിച്ചിരിക്കുകയാണല്ലോ, അവര് അലക്സാണ്ട്രിയ, അതായത് ഈജിപ്തിലെ അലക്സാണ്ട്രിയ അന്നത്തെ ഒരു ലോകപ്രസിദ്ധമായ സ്ഥലമാണ്, അത് വികസിപ്പിച്ചെടുത്ത് അവിടെ നിന്ന് ഒരു കടൽ പാത തുടങ്ങി. പിന്നീട് ഉദയം ചെയ്ത റോമ സാമ്രാജ്യത്തില് ചൈനയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ഉള്ള വിവിധ വസ്തുക്കൾ റോമ, ഈജിപ്ത്, ഗ്രീസ് എന്നിവിടങ്ങളിൽ വ്യാപകമായി. സവിശേഷമായി പട്ട് തുണികൾ, അത് ചൈനയിൽ നിന്നുള്ളത്. അങ്ങനെയാണ് പിന്നെ സിൽക്ക് റൂട്ട് എന്നുള്ള പേരൊക്കെ പിന്നീട് വരുന്നത്. ആ 2 പാതകൾ പാലസ്തീന എന്ന് പറഞ്ഞ ഇവിടെയാണ്. ഇവിടെ നിന്ന് ഇതാണ് സിൽക്ക് റൂട്ട്, ഈ റെഡ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഈജിപ്ത് ടോളമി, ഇവിടെയാണ് ടോളമിമാർ, ഈജിപ്ത്. അലക്സാണ്ടർ ഇവിടെയാണ്. ഇവിടെ നിന്ന് ഈ ചെങ്കടലിലേക്ക് പോയി ഈ നീല കൊണ്ട് മാർക്ക് ചെയ്തിരിക്കുന്നതാണ് കടൽ റൂട്ട്. അപ്പോൾ പാലസ്തീനയിൽ നിന്നും ഒരു 4 മണിക്കൂർ ഡ്രൈവ് ചെയ്താൽ ഇപ്പോഴത്തെ ഈജിപ്തിലെത്തി, ജെറൂസലത്തിൽ നിന്ന്. അന്ന് നടക്കുകയാണെങ്കിലും പിന്നെ കപ്പലാണെങ്കിലും പിന്നെ കാരവനാണെങ്കിലും അത്ര ദൂരമില്ലല്ലോ.
അപ്പോൾ അവിടെ നിന്ന് ചെങ്കടലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ കടൽപ്പാതയായി. അപ്പോൾ ഇവിടുന്ന് പാലസ്തീനയിൽ നിന്നും ഇങ്ങനെ ഈ ചെങ്കടലിൽ കൂടി ഇന്ത്യയിലേക്ക് എത്താൻ അക്കാലത്ത് 40-45 ദിവസം എടുത്തിരുന്നുള്ളൂ. കരയിലൂടെയും വരാൻ സാധിക്കും, കടലിലൂടെയും വരാൻ സാധിക്കും. പാലസ്തീനിൽ നിന്ന് ഈജിപ്തിലെ അലക്സാണ്ട്രിയയിലേക്ക്, അവിടെ നിന്ന് ചെങ്കടൽ വഴി ഇന്ത്യ മഹാസമുദ്രത്തിലേക്കും പിന്നെ ഇന്ത്യയിലേക്കും. ഞാനത് പറഞ്ഞു കഴിഞ്ഞു. അക്കാലത്ത് ഏറ്റവും വലിയ യഹൂദ സമുദായം അലക്സാണ്ട്രിയയിലായിരുന്നു. അലക്സാണ്ട്രിയയിലായിരുന്നു ഏറ്റവും വലിയ ലൈബ്രറി ഉണ്ടായിരുന്നത്. മുസ്ലിം അധിനിവേശക്കാലത്ത് അത് കത്തിച്ചു കളഞ്ഞെന്നാണ് നമ്മൾ മനസ്സിലാക്കണേ. പഴയ നിയമത്തിന്റെ ഗ്രീക്ക് കയ്യെഴുത്ത് പ്രതി സെപ്തുജിന്ത് തയ്യാറാക്കപ്പെട്ടത് അലക്സാണ്ട്രിയയിലാണ്. ആ സെപ്തുജിന്ത് ആയിരുന്നു ആദിമസഭയുടെ ബൈബിള്. മറിയത്തിന്റെയും ജോസഫിന്റെയും യേശുവിന്റെയും പത്രോസിന്റെയും പൗലോസിന്റെയും തോമായുടെയും മത്തായുടെയും ഒക്കെ ബൈബിള് ആ സെപ്തുജിന്താണ്. അത് തയ്യാറാക്കപ്പെട്ടത് ഈജിപ്തിലെ അലക്സാണ്ട്രിയയിൽ വെച്ചാണ്. അവിടെയുള്ള അപ്പോൾ ഏറ്റവും വലിയ യഹൂദ സമുദായം അവിടെയായിരുന്നു പറഞ്ഞല്ലോ. പാലസ്തീനായിൽ നിന്ന് അലക്സാണ്ട്രിയയിലേക്കും അലക്സാണ്ട്രിയയിലെ യഹൂദരുടെ അടുത്തേക്കും അവിടെ നിന്ന് ഇന്ത്യയിലേക്കും സഞ്ചരിക്കുക എന്നത് അക്കാലത്തെ ഏറ്റവും സാധ്യതകളുള്ള ഒരു സഞ്ചാരപാതയാണ്. അന്നത്തെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പാകിസ്ഥാനും ബംഗ്ലാദേശും പിന്നെ അഫ്ഗാനിസ്ഥാനും ഉൾക്കൊള്ളുന്നതാണ്. നമ്മളത് കണ്ടു കഴിഞ്ഞു. ചൈനയിലും ഇന്തോനേഷ്യയിലും തോമസ് ലീഗ സുവിശേഷം പ്രസംഗിച്ചുവെന്ന ശക്തമായ പാരമ്പര്യമുള്ളതും ഇതിനെ പിന്താങ്ങുന്നു. ഈ സിൽക്ക് റൂട്ടിലൂടെ തോമസ് ലീഗ വടക്ക് പടിഞ്ഞാറ് ഇന്ത്യയിൽ എത്തിയിരിക്കും എന്നതിനെ പിന്താങ്ങുന്നു. നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്തതിന് മുമ്പ് 2 കാര്യങ്ങൾ കൂടി ഒന്ന് സൂചിപ്പിക്കണം. ഇപ്പോൾ നമ്മൾ പാലസ്തീനിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യ ബൈബിളിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ടോ? ഇന്ത്യയെക്കുറിച്ച് പ്രാചീന രേഖകളിൽ, ചരിത്ര രേഖകളിൽ ഉണ്ടോ? ഇതൊന്നും ഇല്ലെങ്കിൽ എങ്ങനെയാണ് യേശുക്രിസ്തു തോമായോട് ഇന്ത്യയിലേക്ക് പോകാൻ പറയണേ? ഇന്ത്യ അന്ന് അറിയപ്പെട്ടിരുന്ന സ്ഥലമായിരുന്നോ അല്ലയോ? ബൈബിളിലും പ്രാചീന രേഖകളിലും. അതൊന്ന് ആദ്യം പിന്നെ പരിശോധിക്കാം. ഇന്ത്യ ബൈബിളിൽ പണ്ട് കാലത്ത് ഏഷ്യ, പൗരസ്ത്യം, ഇന്ത്യ എന്നീ വാക്കുകൾ ഒരേ സ്ഥലത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്നു. പാർത്തീയ സാമ്രാജ്യത്തിൽ ഇന്ത്യയും ഉൾപ്പെട്ടിരുന്നു. പാർട്ടിക്കാരെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പൗരസ്ത്യ ദേശത്തെ ജ്ഞാനികൾ എന്ന് മത്തായി പറയുമ്പോൾ അതിൽ ഇന്ത്യയും ഉൾപ്പെട്ടിരിക്കാനുള്ള സാധ്യത വളരെ ഏറെയാണ് എന്നാണ് മിക്ക ബൈബിൾ പണ്ഡിതന്മാരും പറയണേ. പുൽക്കൊട്ടിലെ ഒരു ജ്ഞാനിയെ കറുത്തവനായി ചിത്രീകരിക്കുന്നതും ഇതേ പാരമ്പര്യത്തിൽ നിന്നാണ്. പെന്തക്കോസ്ത് നാളില് പത്രോസിന്റെ പ്രസംഗം കേൾക്കാൻ വന്നവരിൽ ഏഷ്യയിൽ നിന്നും പാർത്തിയയിൽ നിന്നുമുള്ള യഹൂദന്മാരുണ്ടായിരുന്നു. നടപടി ഗ്രന്ഥം 2:9-10. ഏഷ്യ, പാർത്തിയ ഈ വാക്കുകളൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിന് ഇന്ത്യ എന്നുകൂടി അർത്ഥമുണ്ടായിരിക്കാൻ സാധ്യതയുണ്ടായിരുന്നു അക്കാലത്ത്. കാരണം അങ്ങനെയാണ് അത് അറിയപ്പെട്ടിരുന്നത്. ഇന്ത്യ എന്ന പേര് എസ്തറിന്റെ ഗ്രന്ഥത്തിൽ 1:1-ലും 8:9-ലും കാണുന്നുണ്ട്. BC 5-ാം ശതാബ്ദത്തിലെ പേർഷ്യ സാമ്രാജ്യത്തിന്റെ കിഴക്കേ അതിർത്തിയിലാണ് ഇന്ത്യ എന്നാണ് അവിടെ പറയണേ. എസ്തറിന്റെ ഗ്രന്ഥം 1:1-8:9. പ്രോട്ടസ്റ്റന്റ് സഹോദരന്മാർ എൻ്റെ ഈ പ്രസംഗം കേൾക്കുന്നെങ്കിൽ എസ്തറിന്റെ ഗ്രന്ഥത്തിൽ ഹീബ്രു മാത്രമേ നിങ്ങളുടെ ബൈബിളിൽ കാണൂ. അതിനകത്ത് കുറച്ച് ഭാഗങ്ങൾ ഗ്രീക്കിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അപ്പം അതൊന്ന് പരിശോധിച്ചിട്ട് വേണം ഈ ഇതുണ്ടോ എന്ന് നിങ്ങൾ പറയാനായിട്ട്. കത്തോലിക്ക ബൈബിൾ നോക്കിയാൽ പെട്ടെന്ന് കണ്ടെത്താൻ കഴിയും. മക്കബാരുടെ 1-ാം ഗ്രന്ഥത്തിൽ, അതും പ്രോട്ടസ്റ്റന്റ് ബൈബിളിൽ ഇല്ല, മക്കബാരുടെ 1-ാം ഗ്രന്ഥം. അപ്പോൾ നിങ്ങൾ കത്തോലിക്ക ബൈബിൾ ഒന്ന് വാങ്ങിച്ച് നോക്കണേ. 6:37 അന്തിയോക്കസിന്റെ സൈന്യത്തിലെ ആനകളെ മേയിച്ചിരുന്നത് ഇന്ത്യയിൽ നിന്നുള്ള പാപ്പാന്മാരായിരുന്നുവെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ബൈബിളിലുണ്ട്. രാജാക്കന്മാർ 1-ാം ഗ്രന്ഥത്തില് ശലോമോന്റെ നാവിക വ്യൂഹം സ്വർണവും തേടി ഓഫീറിലേക്ക് പോയി എന്ന് രേഖപ്പെടുത്തുന്നു. 1 രാജാക്കന്മാർ 9:26-28. ഈ ഓഫീർ എന്നതിന് സെപ്തിജിന്ത് പാഠാന്തരം അത് നമ്മൾ കണ്ടു കഴിഞ്ഞല്ലോ. അതിനകത്ത് ഓഫീറിനെ സൊഫൈർ എന്നാണ് വിളിക്കുന്നത്. ആ സൊഫൈറിനെ ഈജിപ്തിലെ കോപ്റ്റിക് ഭാഷയിൽ പറഞ്ഞിരുന്നത് സോഫീർ എന്നാണ്. ഈ ഓഫീറും സോഫീറും ഇന്ത്യ തന്നെയാണ് എന്നാണ് മിക്ക പണ്ഡിതന്മാരുടെയും നിഗമനം. ഈജിപ്തിലെ ടോളമിമാരും AD 1-ാം ശതകത്തിൽ, അതായത് യേശുവിന്റെ സമകാലികൻ എന്ന് പറയാവുന്ന യഹൂദ ചരിത്രകാരനായ ഫ്ലാവിയസ് ജോസഫസും ഇങ്ങനെയുള്ള നിഗമനത്തിലാണ് എത്തിയത്. ആനക്കൊമ്പ്, മയില്, കുരങ്ങന്മാർ എന്നിവയും ശലോമോന്റെ നാട്ടിൽ കൊണ്ടുവന്നിരുന്നു. 1 രാജാക്കന്മാർ 10:22. അവയെല്ലാം ഇന്ത്യയിൽ നിന്നാണെന്നാണ് മിക്ക പണ്ഡിതന്മാരും നിഗമനത്തിലെത്തുന്നത്. ഇവയ്ക്കുള്ള ഹീബ്രു പേരുകളും ഇന്ത്യയിലെ ഭാഷകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞതായിട്ട് അവര് കണക്കാക്കുന്നു. സുഭാഷിതങ്ങളിൽ 7:17, സങ്കീർത്തനങ്ങളിൽ 45:8, ഉത്തമഗീതത്തില് 4:14 ഇന്ത്യയിൽ നിന്നുള്ള സുഗന്ധദ്രവ്യങ്ങളെ കുറിച്ച് സൂചനകളുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തില് മറിയം ഉപയോഗിച്ച നാർദീൻ തൈലം ഇന്ത്യയിൽ നിന്ന് പാലസ്തീനയിലേക്ക് ഇറക്കുമതി ചെയ്തതാണ്. 300 ധനാറയ്ക്ക് വിട്ട് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നില്ലേ എന്ന് യൂദാസ്കരത്തെ പറഞ്ഞ അത്രയും വില പിടിച്ച 300 ധനാറ, ഏതാണ്ട് 1 വർഷത്തെ പണം വേണമെന്ന് വാങ്ങിക്കാൻ, അത്രയും വിലപ്പെട്ട സംഗതി വേണമായിരുന്നോ വേസ്റ്റ് ചെയ്യാമെന്ന് യൂദാസ്കരത്തെ ചോദിച്ചത് ആ നാർദീൻ തൈലം ഇന്ത്യയിൽ നിന്ന് പാലസ്തീനയ്ക്ക്, ആസാമിലെ നാർദീൻ ചെടിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് പാലസ്തീനയ്ക്ക് ഇറക്കുമതി ചെയ്തതുമാണ്. അപ്പോൾ ഇന്ത്യയെക്കുറിച്ച് ബൈബിളിൽ ധാരാളം പരാമർശങ്ങളുണ്ട്. ഇന്ത്യ അന്ന്
ബൈബിളിൽ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. അടുത്തൊരു കാര്യം, ഇന്ത്യ പ്രാചീന ചരിത്ര രേഖകളിൽ BC 8ാം ശതാബ്ദത്തിൽ 800-കൾ അല്ലെങ്കിൽ 700-കൾ ഗ്രീസിൽ ജീവിച്ചിരുന്ന ഹോമർ തന്റെ രചനകളിൽ ഇന്ത്യയെ സൂചിപ്പിക്കുന്നുണ്ട്. ദാരിയസ് ഒന്നാമൻ, പേർഷ്യൻ രാജാവ്, 555 മുതൽ 486 വരെ BC ഇന്ത്യയുടെ ചില ഭാഗങ്ങൾ കീഴ്പ്പെടുത്തിയതായി ചരിത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെട്ട ഹെറഡോട്ടസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. BC 484 മുതൽ 424 വരെയാണ് ഹെറഡോട്ടസ് ജീവിച്ചിരുന്നത്. ചരിത്രത്തിന്റെ പിതാവ് എന്നാണ് ഹെറഡോട്ടസ് അറിയപ്പെടുന്നത്. അദ്ദേഹം പറയാണ്, ദാരിയസ് ഒന്നാമൻ, പേർഷ്യൻ രാജാവ്, ഇന്ത്യയുടെ ചില ഭാഗങ്ങൾ കീഴ്പ്പെടുത്തിയിരുന്നു. BC 326 മഹാനായ അലക്സാണ്ടർ ഇന്ത്യ ആക്രമിച്ച സംഭവം നമ്മൾ കണ്ടു കഴിഞ്ഞു. അന്നത്തെ പേർഷ്യ സാമ്രാജ്യത്തിന്റെ സാമന്ത രാജാവായിരുന്ന ഗാന്ധാരദേശം കീഴടക്കുകയും കീഴടക്കുകയും ചെയ്തു. തക്ഷശില എന്ന നഗരവും അക്കൂട്ടത്തിൽപ്പെടുന്നു. ഇന്ത്യയിലെ പഞ്ചാബ് ദേശത്തെ രാജാവായിരുന്ന പോറസിനെതിരെയും അലക്സാണ്ടർ തിരിഞ്ഞു. അപ്പോൾ കാണ്ഡഹാർ, തക്ഷശില അതിന്റെ തലസ്ഥാനം, പിന്നെ പോറസ് രാജാവ് പഞ്ചാബിലെ, ഇതൊക്കെ മഹാനായ അലക്സാണ്ടർ ആക്രമിച്ച കഥകളിൽ കൂട്ടത്തിലുള്ളതാണ്. ഇനി ഒരു യാത്ര, ഒരു സഞ്ചാരപാത എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടെ നിന്ന് അങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുണ്ടാവും. ചില വാക്കുകൾ ഗ്രീസിലേക്കൊക്കെ, ഗ്രീക്ക് ഭാഷയിലേക്ക് ഇന്ത്യയിൽ നിന്ന് പോയിട്ടുണ്ട്. ഒരു ഉദാഹരണം, ചന്ദനം എന്ന ഭാരതീയ വാക്കിൽ നിന്നാണ് ഗ്രീക്കിലെ സാന്തലോൺ, പിന്നീട് ഇംഗ്ലീഷിൽ സാൻഡൽവുഡ്. സാന്തലോൺ എന്ന ഗ്രീക്ക് വാക്ക് ചന്ദന എന്ന വാക്കിൽ നിന്ന് വന്നതാണ്. തെക്കേ ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിലേക്കും മറ്റും അരി കയറ്റി അയച്ചിരുന്നു. നമ്മുടെ അരി, അതിന് പണ്ട് മലയാളം ഭാഷ പിന്നീട് ഉണ്ടായതാണ്. പക്ഷെ തമിഴിൽ അരിസി എന്നായിരുന്നു. അരിസി ലോപിച്ചാണ് അരിയായത്. ഈ അരിസിയുടെ ഗ്രീക്കാണ് ഒരൂസ, ലത്തീനിൽ ഒരൂസ. അത് ആ ഓ വിട്ടുകളഞ്ഞ് സ്പാനിഷിലും ഫ്രഞ്ചിലെല്ലാം കയറി ഇംഗ്ലീഷ് വന്നപ്പോൾ റൈസായി. ഓ ലോപിച്ച് ഇല്ലാണ്ടായി, ദ്യൂസ റൈസായി. അങ്ങനെയാണ് സായിപ്പിന്റെ റൈസ്. BC 2800 മുതൽ ഇന്ത്യയിലെ ഇൻഡസ് നദീതട സംസ്കൃതിയും മെസപ്പൊട്ടോമിയയും തമ്മിൽ കച്ചവട ബന്ധമുണ്ടായിരുന്നു. ഇതിന് ബലൂചിസ്ഥാനിലെ പുരാവസ്തു ഗവേഷണങ്ങൾ തെല്ലും ശങ്കയ്ക്ക് വകയില്ലാത്ത തെളിയിച്ചിട്ടുണ്ട്. ഇറാഖ്, കുവൈറ്റ് പ്രദേശങ്ങളിൽ നിന്നും ധാരാളം തെളിവുകളും ഇക്കാര്യത്തിന് കിട്ടിയിട്ടുണ്ട്. ഈജിപ്തും ഇന്ത്യയും തമ്മിലുള്ള കച്ചവട ബന്ധങ്ങൾ അഗസ്റ്റസിന്റെ കാലത്താണ് ഏറ്റവും പുരോഗമിച്ചത്. ചെങ്കടലും ഇന്ത്യയിലെ തീരദേശവും തമ്മിലുള്ള വ്യാപാരത്തിന് 120 കപ്പലുകൾ വരെ ഒരു വത്സരത്തിൽ ഉപയോഗിച്ചിരുന്നു. ഒരു വർഷം. മലബാറിലെ മുസിരിസ് ആയിരുന്നു റോമൻ വ്യാപാരികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട തുറമുഖമെന്ന് റോമൻ ചരിത്രകാരനും ക്രിസ്തുവിന് സമകാലീനമായ ചെറിയ പ്ലീനി AD 23 മുതൽ 79 വരെയാണ് അദ്ദേഹത്തിന്റെ കാലയളവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചെറിയ പ്ലീനി പറയാണ്, മലബാറിലെ മുസിരിസ് ആയിരുന്നു റോമൻ വ്യാപാരികളുടെ ഏറ്റവും പ്രിയപ്പെട്ട തുറമുഖം. ഇനി 2 സാക്ഷികൾ ഞാൻ പറയാണ്. റോമൻ പോയറ്റ് ക്വിന്റിസ് ഹൊറേഷ്യസ് ഫ്ലാക്കുസ്, ക്രിസ്തുവിന് മുമ്പ് 65 മുതൽ 27 വരെയാണ് അദ്ദേഹത്തിന്റെ കാലയളവ്. ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ അദ്ദേഹം ഹൊറൈസ് എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം പറയാണ്, ദ ഡിലിജന്റ് മെർച്ചന്റ് വിത്ത് എ വ്യൂ ടു ഫ്ലീയിങ് ഫ്രം പോവർട്ടി ട്രാവൽസ് ത്രൂ സീ ടു റിമോട്ട് ഇന്ത്യ. ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് മനസ്സുറപ്പുള്ള അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ശ്രദ്ധ വെച്ച വ്യാപാരികള് കടലിൽ കൂടി വളരെ ദൂരെയുള്ള ഇന്ത്യയിലേക്ക് യാത്ര ചെയ്തു. BCയിലത്തെ കാര്യം പറയണേ. പ്ലീനി ദ എൽഡർ, യങ്ങറല്ല എൽഡർ, ക്രിസ്തു വർഷം 23 മുതൽ 79 വരെയാണ് അദ്ദേഹത്തിന്റെ കാലയളവ്. ക്രിസ്തുവിന്റെ സമകാലികൻ. അദ്ദേഹം പറയാണ്, he qualifies Muziris on the Malabar coast situated in the vicinity of Cranganore, Kodungallur, the haven of the Roman merchants, with the epithet Primum Emporium Indiae, Premier Emporium of India. അതായത് റോമൻ വ്യാപാരികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട തുറമുഖം മലബാർ കോസ്റ്റിലെ കൊടുങ്ങല്ലൂരിനടുത്തുള്ള നോർത്ത് പറവൂരിലെ മുസിരിസ് ആണ്. അദ്ദേഹം എഴുതാണ്, they sail with the wind Hippalos in 40 days to the first emporium of India, മുസിരിസ്. ഇന്ത്യയിലെ ഫസ്റ്റ് എംപോറിയമായ മുസിരിസിലേക്ക് 40 ദിവസം കൊണ്ട് യാത്ര ചെയ്യുമായിരുന്നു. Besides, the station for ships is at a great distance from the shore and cargoes have to be landed and shipped to little boats. They reigned there when I wrote these Kalabothras. ഈ വലിയ കപ്പലുകൾക്ക് മുസിരിസിലെ തുറമുഖത്തിലേക്ക് അടുക്കാൻ പറ്റാത്തതുകൊണ്ട് അവിടെ നിന്നും വലിയ കപ്പലിൽ നിന്നും ചെറിയ ബോട്ടുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് പിന്നെയാണ് ഈ കരയിൽ എത്തിച്ചത് എന്നും അദ്ദേഹം എഴുതുന്നു. BC ക്രിസ്തു വർഷം 1-ാം നൂറ്റാണ്ടിലത്തെ ചരിത്രമായി പറയണേ. അപ്പോ ഇന്ത്യ പ്രാചീന രേഖകളിലുണ്ട്, ബൈബിളിലുണ്ട്, 2 റൂട്ടുകളുണ്ട്. കരവഴിയും കടൽ വഴിയും പാലസ്തീനയിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്താനുള്ള സാധ്യതകളുണ്ടായിരുന്നു. ഇനി ആരായിരുന്നു ഈ തോമ? നമ്മൾ തെളിവുകൾ പരിശോധിക്കുന്നതിന് മുമ്പ് ഇക്കാര്യം കൂടി ഒന്ന് പരിശോധിക്കണം. തോമസ്, ദിദിമോസ്, യൂദ തോമസ്, ഇങ്ങനെ പല പേരുകളിൽ തോമസിനെ അറിയാം. തോമ എന്ന പേര്
തോമ അരമായ ഭാഷ, സുറിയാനി ഭാഷയിൽ, ഹീബ്രുവിലും ഇതിനർത്ഥം ഇരട്ട എന്നാണ്. അത് പേരല്ല, ഒരു വിശേഷണമാണെന്നാണ് മിക്ക പണ്ഡിതന്മാരും വിചാരിക്കുന്നത്. തോമ എന്നത് ഗ്രീക്കിൽ തോമസ് ആയി, അതിന്റെ അർത്ഥം ദിദിമോസ് എന്നാണെന്ന് സുവിശേഷങ്ങളിൽ എഴുതിയിട്ടുണ്ട്. ഇരട്ട ആരുടെ ഇരട്ടയാണ്, എന്തുകൊണ്ട് ഇരട്ട എന്ന് വിളിക്കണേ, അക്കാര്യങ്ങളൊക്കെ നമ്മൾ നാളത്തെ വീഡിയോയിൽ കാണാം. എഥേസിലെ പ്രാചീന ക്രിസ്ത്യാനികളും അവിടെയുള്ള ക്രിസ്തു സഭയും തോമയുടെ പേര് യൂദ എന്നായിരുന്നുവെന്ന് പഠിപ്പിക്കുന്നു, വിശുദ്ധിക്കും ചെയ്യുന്നു. അതിനാൽ തോമസ് ലീയുടെ മുഴുവൻ പേര് യൂദ തോമസ് എന്നാണ്. ഇതിലേക്കൊരു സൂചന യോഹന്നാന്റെ സുവിശേഷത്തിലുണ്ട്, അധ്യായം 14. അതേക്കുറിച്ച് നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണും. അതിനാൽ യൂദ നാമധാരികൾ 3 പേരുണ്ടായിരുന്നു യേശുവിന്റെ 12 പേരിൽ. യൂദസ്കറിയോത്ത, യാക്കോബിന്റെ മകനായ യൂദാസ്, പിന്നെ യൂദ തോമസ്, നമ്മുടെ തോമസ് ലീഗ. തോമസ് ലീഗ വടക്ക് പടിഞ്ഞാറ് ഇന്ത്യയിൽ സഭ സ്ഥാപിച്ചതിനുള്ള തെളിവുകൾ. ഒന്നാമത്തെ തെളിവ് സാഹിത്യ രചനകൾ, എഴുതപ്പെട്ട രചനകൾ. തോമയുടെ നടപടികൾ, ബെനഡിക്ട് മാർപ്പാപ്പ സൂചിപ്പിച്ച ആ തോമയുടെ നടപടികൾ, ആക്ട്സ് ഓഫ് തോമസ്, തോമസിന്റെ നടപടികൾ, ചിലപ്പോൾ യൂദ തോമസിന്റെ നടപടികൾ എന്നും പറയും. ഇതൊരു അപ്രാമാണിക ഗ്രന്ഥമാണ്, സംശയമില്ല. പൗലോസിന്റെ നടപടികൾ, യോഹന്നാന്റെ നടപടികൾ, പത്രോസിന്റെ നടപടികൾ, അന്ത്രയോസിന്റെ നടപടികൾ, ഇങ്ങനെ നിരവധി അപ്രാമാണിക ഗ്രന്ഥങ്ങളുണ്ട്. അവയോടെല്ലാം കിടപിടിക്കുന്ന ഒരു ഗ്രന്ഥമാണ് തോമായുടെ നടപടികൾ. അപ്രാമാണികം എന്ന് പറയുമ്പോൾ നമ്മൾ തീർത്തങ്ങ് തള്ളിക്കളയണ്ട. നമ്മൾ ചില കാര്യങ്ങളൊക്കെ അപ്രാമാണിക ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ വിശ്വാസങ്ങളിലുണ്ട്. ഉദാഹരണം, കുരിശിന്റെ വെള്ളിൽ വേറോനിക്കാം തിരുമുഖം തുടയ്ക്കുന്നു. അത് നിക്കോദെമസിന്റെ സുവിശേഷം അല്ലെങ്കിൽ പീലാത്തോസിന്റെ നടപടികൾ എന്നറിയപ്പെടുന്ന അപ്രാമാണിക ഗ്രന്ഥത്തിൽ എടുത്തിട്ടുള്ളതാണ്. അല്ലെങ്കിൽ മറിയത്തിന്റെ മാതാപിതാക്കളെ യോവാക്കിം, അന്ന, അത് യാക്കോബിന്റെ ആദ്യ സുവിശേഷം എന്നറിയപ്പെടുന്ന അപ്രാമാണിക ഗ്രന്ഥത്തിൽ എടുത്തിട്ടുള്ളതാണ്. അപ്പൊ അപ്രാമാണിക ഗ്രന്ഥം പലതും അതിശയോക്തി കലർന്നതാണെങ്കിലും ചെറിയ ചില ചരിത്രങ്ങൾ അതിനകത്തുണ്ട്. അത് തീർത്തും അവഗണിക്കാൻ പാടില്ല. എഴുതപ്പെട്ടത് AD 220-നും 250-നും ഇടയിലാണ് ഇത് രചിക്കപ്പെട്ടതെന്ന് പൊതുവെ വിശ്വസിക്കുന്നു. അതിനു മുമ്പും എഴുതപ്പെട്ടുവെന്ന്, അതിനു മുമ്പാണ് 2-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ എഴുതപ്പെട്ടെന്ന് വിചാരിക്കുന്നവരുണ്ട്. ഏതായാലും AD 220-നും 250-നും ഇടയിലാണ് രചിക്കപ്പെട്ടെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. സുറിയാനി ഭാഷയിലാണ് എഴുതപ്പെട്ടത്, മെസപ്പൊട്ടോമിയയിലെ വടക്കൻ ജില്ലയായ എഥേസായിൽ വെച്ച്. എഥേസായിൽ തോമസിന്റെ തീർത്ഥകേന്ദ്രത്തിലേക്ക് വരുന്ന തീർത്ഥാടകർക്കുള്ള ഒരു മാർഗദർശനമായിട്ടാണ് ഇതിന്റെ രചന. ഇന്ത്യയിൽ നിന്ന് തോമസിലെ തിരിച്ചെടുപ്പ് ഒരു യഹൂദൻ എഥേസിലേക്ക് കൊണ്ടുപോയിരുന്നു. അത് സൂക്ഷിച്ചിരുന്ന തീർത്ഥകേന്ദ്രത്തിലേക്കാണ് ഈ തീർത്ഥാടനം നടത്തിയിരുന്നത്. ഈ യഹൂദൻ കൊണ്ടുപോയ തിരിച്ചെടുപ്പിനെ കുറിച്ചൊക്കെ നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണും. ചരിത്രകാരനും ദൈവശാസ്ത്രജ്ഞനുമായ വിശുദ്ധ എഫ്രേം, ക്രിസ്തുവർഷം 347 മുതൽ 420 വരെയാണ് അദ്ദേഹത്തിന്റെ കാലയളവ്, ഇത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഈ തോമായുടെ നടപടികളിൽ പറയുന്ന കാര്യം വിശുദ്ധ എഫ്രേം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം ചരിത്രകാരനുമാണ്, ദൈവശാസ്ത്രജ്ഞനുമാണ്. ബറുക്കച്ച, തക്ഷശില, തെക്കേ ഇന്ത്യ എന്നിവിടങ്ങളിൽ തോമസ് നടത്തിയ പ്രേക്ഷിത ദൗത്യമാണ് യൂദ തോമസിന്റെ നടപടികളുടെ ഉള്ളടക്കം. വടക്ക് പടിഞ്ഞാറ് ഇന്ത്യയിലും തെക്കേ ഇന്ത്യയിലും തോമസ് ലീഗ നടത്തിയ പ്രേക്ഷിത പ്രവർത്തനമാണ് ഈ ഗ്രന്ഥത്തിന്റെ ഉള്ളടക്കം. എഴുതപ്പെട്ടത് 3-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലോ 2-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലോ. ഞാൻ അത് ആവർത്തിക്കുന്നതിന് കാരണം നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടെത്തിയ സംഗതികളല്ല ഇത്, വളരെ പ്രാചീനമായ രേഖകളാണ്. ഈ ഗ്രന്ഥത്തെക്കുറിച്ച് ഇതൊരു ഫിക്ഷനാണ്, നോവലാണെന്ന് പലവരും ആദ്യകാലത്തൊക്കെ വിചാരിച്ചിരുന്നു. പല പണ്ഡിതന്മാർ അങ്ങനെ എഴുതിയിട്ടുണ്ട്. പക്ഷെ പിന്നീട് മിക്കവരും തന്നെ ആ അഭിപ്രായം മാറ്റി. കാരണം നമുക്ക് കിട്ടിയ തെളിവുകൾ, ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ തെളിയിക്കുന്ന തെളിവുകളാണ് പുരാവസ്തു ഗവേഷണത്തിൽ നിന്നും നാണയങ്ങളിൽ നിന്നും ശിലാലിഖിതങ്ങളിൽ നിന്നും കിട്ടിയത്. അപ്പൊ അത് വെറും നോവലല്ല, ചരിത്രത്തിൽ അടിസ്ഥാനം വിട്ട് ചില ചരിത്ര രചന അല്പം അതിശയോക്തി കാണും, പക്ഷെ ചരിത്രത്തിൽ അടിസ്ഥാനം വിട്ട് എഴുതപ്പെട്ട ഗ്രന്ഥമാണെന്നാണ് ഇപ്പൊ മിക്ക ദൈവശാസ്ത്രജ്ഞന്മാരുടെയും അഭിപ്രായം, ചരിത്രകാരന്മാരുടെ അഭിപ്രായം എന്ന് തന്നെ. വടക്കേ ഇന്ത്യയിലെ തോമസ് ലീഗ പ്രേക്ഷപ്രവർത്തനം നടത്തിയ സത്യം ആദ്യമായി പൊതുജന ശ്രദ്ധയിൽ കൊണ്ടുവന്നത് 1905 തൃശൂർ രൂപതയുടെ കത്തോലിക്ക മെത്രാനായിരുന്ന അഡോൾഫ് മെഡലിക്കോട്ടാണ്. 1887 മുതൽ 1896 വരെയാണ് തൃശൂർ രൂപതയിൽ അദ്ദേഹം മെത്രാനായിരുന്നത്. ആംഗ്ലോ ഇന്ത്യനായിരുന്നു അദ്ദേഹം. യൂദ തോമസ് നടപടികൾ എന്ന ഗ്രന്ഥത്തെ മാത്രം അടിസ്ഥാനമാക്കിയല്ല അദ്ദേഹം ഈ നിഗമനത്തിലെത്തിയത്. പ്രത്യുത കാബൂള്, കാണ്ഡഹാർ, പഞ്ചാബ് എന്നിവിടങ്ങളിൽ നിന്ന് 1834 മുതൽ കണ്ടെടുക്കപ്പെട്ട ഗുണ്ടഫറിന്റെ നാണയങ്ങൾ അത് വലിയൊരു തെളിവായിരുന്നു. ഗുണ്ടഫർ രാജാവിന്റെ നാണയങ്ങൾ, ഈ ഗുണ്ടഫർ രാജാവിന്റെ കഥയെല്ലാം തോമായുടെ നടപടിയിൽ ഉണ്ട് താനും. ഗുണ്ടഫറിന്റെ പേര് യൂദ തോമസിന്റെ നടപടികളിൽ ഗുണ്ണാഫർ എന്നും അതിന് ഗ്രീക്ക് വിവർത്തനത്തിൽ ഗുണ്ടഫോറസ് എന്നുമാണ് കാണുന്നത്. ഇപ്പോഴത്തെ പാകിസ്ഥാനിലുള്ളതും അന്നത്തെ വടക്ക് പടിഞ്ഞാറ് ഇന്ത്യയിലുള്ളതുമായ രാജ്യത്തിന്റെ രാജാവായിരുന്നു ഗുണ്ടഫർ എന്ന കാര്യം സ്ഥിരീകരിച്ചിട്ടുള്ളതാണ്. ഇന്തോ പാർത്യൻ രാജാവായിരുന്നു. ഇറാൻ ഭാഷയിലാണ് ഈ പേര്. ഈ ഗുണ്ടഫർ എന്ന് പറയുന്നത് ഇറാൻ ഭാഷയാണ്.
പണ്ട് ഇതൊരു നോവലായിരുന്നൊക്കെ പറയാനുള്ള കാരണം ഇതൊരു ഈ ഭാരതീയ ഭാഷയിലെ പേരല്ല എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷേ ഇറാൻ ഭാഷയിലാണ് ഇന്തോ പാർട്ടിയൻ രാജാവായിരുന്നു ഇത്. ഇക്കാര്യങ്ങളൊക്കെ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ തലസ്ഥാനം തക്ഷശില. AD 21 മുതൽ 51 വരെയാണ് അദ്ദേഹം അവിടെ രാജ്യം ഭരിച്ചിരുന്നത്. ഈ കാലയളവെല്ലാം പ്രധാനപ്പെട്ടതാണ്. നാളത്തെ വീഡിയോയ്ക്കും ഇത് ആവശ്യം വരും. ഇപ്പൊ ഇതെല്ലാം കേട്ടിരുന്നോളൂ. നമുക്ക് ലഭിച്ചിരിക്കുന്ന പുരാവസ്തു തെളിവുകളെല്ലാം തന്നെ യൂദാ തോമസൻ നടപടിയിൽ കാണുന്ന പേരുകൾ ശരിവെക്കുന്നതാണ്. ഗുണ്ടഫർ രാജാവിന്റെ വ്യാപാരിയായ ഹമ്മാനോടൊപ്പം തോമസ് ലീഗ അലക്സാണ്ട്രിയയിൽ നിന്ന് വടക്ക് പടിഞ്ഞാറ് ഇന്ത്യയിലെത്തി. AD 44-45 തോമസ് ലീഗ ഗുണ്ടഫറസിന്റെ അധികാര സഭയിലെത്തി എന്ന നിഗമനത്തെത്താനുള്ള തെളിവുകളെല്ലാം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പാകിസ്ഥാനിലെ സിന്ധു പ്രവിശ്യയിൽ തോമസ് ലീഗയുടെ അനുയായികൾ എന്നറിയപ്പെടുന്ന പ്രാചീന ക്രിസ്തീയ സമുദായമുണ്ട്. ജെയിംസ് കുരികിലങ്ങാട്ടിലെ ഗ്രന്ഥം കാണുക. തങ്ങളെ തന്നെ അവർ വിശേഷിപ്പിക്കുന്നത് തും ഭഗത്, തോമാ വിശുദ്ധന്റെ ആളുകൾ എന്നാണ്. തും ഭഗത്, തും തോമ, തോമായുടെ ആളുകൾ. അവര് ബർ തോമ, തോമയുടെ മക്കളും എന്നും അറിയപ്പെടുന്നു. ബർ യോന, യോനയുടെ മകൻ. ബർ തിമേയൂസ്, തിമേയൂസിന്റെ മകൻ. ബർ തോമ, തോമായുടെ മക്കള്. തോമായുടെ മക്കൾ എന്നും അവരറിയപ്പെടുന്നു. എവിടെ? പാകിസ്ഥാനിലെ സിന്ധു പ്രവിശ്യയിലെ തോമായുടെ അനുയായികൾ. തക്ഷശിലയിൽ നിന്നും 1935 കണ്ടെടുക്കപ്പെട്ട പ്രാചീന കുരിശ് ഇതിലേക്കുള്ള സൂചനയാണ്. ആ കുരിശിന്റെ മാതൃക ഞാൻ കാണിക്കാം ഒരല്പം കഴിഞ്ഞ്. ഇപ്പോഴത്തെ രാജസ്ഥാനിലുള്ള ഉദയപേരിലെ ഒരു അമ്പലത്തില് ഒരു ശിലാലിഖിതം സൂക്ഷിച്ചിട്ടുണ്ട്. ആ ശിലാലിഖിതത്തിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറഞ്ഞ ജോർജ് നെടുങ്കാട്ടച്ചന്റെ ഈശോദഭ വൈദികന്റെ ഗ്രന്ഥത്തിൽ വളരെ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. ആ ക്ഷേത്രത്തിന് ചുമരിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന പ്രാചീന പള്ളി AD 78 നിർമ്മിച്ചതാണെന്നാണ്. രാജസ്ഥാനിലെ ഉദയപൂരിലെ അമ്പലത്തിന്റെ ചുമരിൽ എഴുതി വെച്ചിരിക്കുക അവിടെ നിന്ന് പള്ളി AD 78 നിർമ്മിച്ചതാണെന്ന്. തോമാസ് ലീഗയാണ് അവിടെ സഭ സ്ഥാപിച്ചതെന്നും അവിടെ എഴുതിയിട്ടുണ്ട്. AD 78 രാജസ്ഥാനില് സീറമലബാർ സഭക്കാർ കേൾക്കണ്ടോ? സഭയുണ്ടായിരുന്നു അവിടെ. സീറമലബാർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കത് സീറോ ആയിട്ട് പോവുക. മാർത്തോമ ക്രിസ്ത്യാനികള്, മാർത്തോമ നസ്രാണികള് അവിടെ ഉണ്ടായിരുന്നു AD 78. ഈ രേഖ നിങ്ങളൊന്ന് പരിശോധിക്കേണ്ടതാണ്. നമുക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുകയാണെങ്കിൽ നമുക്ക് അതൊരു വീഡിയോയിൽ ഞാൻ ചർച്ച ചെയ്യാം. ഗുണ്ടഫർ രാജാവിന്റെ കൊട്ടാരം സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്ത് നിന്ന് ഒരു പുരാതന കുരിശ് കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ആ കുരിശ് ലാഹോറിലെ കത്തീഡ്രൽ ദേവാലയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അന്നത്തെ ഇന്ത്യയുടെ തലസ്ഥാനത്ത് ക്രിസ്തുധർമ്മം AD 48 മുമ്പ് എത്തിയിരുന്നു എന്നതിന് തെളിവാണിത്. AD 48 മുമ്പ് അന്നത്തെ ഇന്ത്യയുടെ തലസ്ഥാനത്ത് ക്രിസ്തുധർമ്മം എത്തിയിരുന്നു. ലാഹോർ കത്തീഡ്രൽ ദേവാലയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന തക്ഷശില കുരിശാണിത്. തോമാസിലെ പിന്തുടർച്ചക്കാർ ഇസ്ലാമാബാദിലെ തക്ഷശിലയിലുണ്ട്. അവർ അറിയപ്പെടുന്നത് ഗർ തോമ എന്നാണ്. തോമാസ് ലീഗ ഇങ്ങനെ ഓരോ സ്ഥലത്തും, കേരളത്തിലൊക്കെ പിൻഗാമികളെ നിയമിച്ചല്ലോ, അവിടെ നിയമിച്ചിരുന്നു. അവിടെ ക്രിസ്ത്യാനികൾ മാത്രമല്ല മുസ്ലിങ്ങളും തോമായെ വണങ്ങുന്നവരാണ്. വാസ്തവത്തിൽ ക്രിസ്ത്യാനികൾ നിർബന്ധിച്ച് മതം മാറ്റിയപ്പോഴും തങ്ങളുടെ അടിസ്ഥാന വിശ്വാസത്തിൽ ചില കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ ക്രിസ്ത്യാനികൾ തയ്യാറായില്ല എന്നതാണ് സത്യം. ഇപ്പൊ അവർ മുസ്ലിംസ് ആണെങ്കിലും മുമ്പ് അവർ ക്രിസ്ത്യാനികളായിരുന്നു. അതുകൊണ്ട് തോമായെ വണങ്ങണേ. ചുരുക്കത്തില് സാഹിത്യ രചനകള്, പുരാവസ്തു തെളിവുകള്, പ്രാചീന നാണയങ്ങള്, ശിലാലിഖിതങ്ങള്, തൊണ്ടി സാധനങ്ങള് എന്നിവ കൂടാതെ പ്രാചീന ക്രിസ്തീയ സമുദായത്തിന്റെ സാന്നിധ്യം, തോമായുടെ പിൻഗാമികളുടെ ചരിത്രം, ഇങ്ങനെ നിഷേധിക്കാനാകാത്ത വിധം ശക്തമാണ് തോമാസ് ലീഗായുടെ വടക്ക് പടിഞ്ഞാറ് ഇന്ത്യയിലെ സുവിശേഷം പ്രസംഗിച്ചുവെന്നതിനും അവിടെ സഭ സ്ഥാപിച്ചുവെന്നതിനും. ഞാനൊന്ന് ആവർത്തിക്കുകയാണ്. ശിലാലിഖിതങ്ങള്, തൊണ്ടി സാധനങ്ങള് എന്നിവ കൂടാതെ പ്രാചീന സാഹിത്യ രചനകള്, പുരാവസ്തു തെളിവുകള്, പ്രാചീന നാണയങ്ങള്, ശിലാലിഖിതങ്ങള്, തൊണ്ടി സാധനങ്ങള് എന്നിവ കൂടാതെ പ്രാചീന ക്രിസ്തീയ സമുദായത്തിന്റെ സാന്നിധ്യം, തോമായുടെ പിൻഗാമികളുടെ ചരിത്രം, ഇങ്ങനെ നിഷേധിക്കാനാകാത്ത വിധം ശക്തമാണ് തോമാസ് ലീഗായുടെ വടക്ക് പടിഞ്ഞാറ് ഇന്ത്യയിലെ പ്രേക്ഷിത പ്രവർത്തനം, സഭയുടെ സ്ഥാപനം. അതിനാൽ ബിഷപ്പ് മെഡലിക്കോട്ട് പറയാണ്, we maintain there is every reason to conclude that Apostle Thomas had entered King Gondophar's dominion in the course of his apostolic career. തോമായുടെ ശ്ലൈഹിക പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ കാലത്ത് ഗൊണ്ടഫർസ് രാജാവിന്റെ അധികാര സീമയിൽ പ്രവേശിച്ചുവെന്നതിന് അത് വിശ്വസിക്കാൻ എല്ലാ കാരണങ്ങളും ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാം. മെഡലിക്കോട്ട് പറയുകയാണ്. ഈ വീഡിയോ നിങ്ങൾ പല പ്രാവശ്യം കേൾക്കണം. നമ്മൾ തോമസ് ലീഗിൽ വന്നിട്ടില്ല, അതിന് തെളിവുകളില്ല എന്ന് പറഞ്ഞ് ചില അച്ഛന്മാർ, ചില പ്രൊഫസർമാർ ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. അവരെയെല്ലാം നമുക്ക് നമ്മുടെ വാദഗതി കൊണ്ട് നമുക്ക് അവരെ തോൽപ്പിക്കേണ്ടതുണ്ട്.
അത് തോൽപ്പിക്കാൻ വേണ്ടിയല്ല, സത്യം വിജയിക്കാൻ വേണ്ടിയാ. അതിനാൽ ഈ വീഡിയോ പരമാവധി കാണുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പരമാവധി എല്ലാവർക്കും കൊടുക്കുക. നമ്മുടെ മക്കളുടെ മക്കളൊക്കെ ഇത് പറഞ്ഞ് പഠിക്കട്ടെ. പിന്നെ ആ ഗ്രന്ഥങ്ങളൊക്കെ നോക്കുക. ഇതിന്റെ മറ്റ് വീഡിയോസ് 2-3 വീഡിയോസ് ഇറങ്ങാൻ പോകുകയാണ്. നാളെ മറ്റന്നാളത്തെ ഞാൻ അത് അപ്ലോഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുൻപ് അപ്പോൾ ഒരു ചോദ്യം ബാക്കിയുണ്ടല്ലോ. പിന്നെ എങ്ങനെയാണ് തോമ വീണ്ടും യെറൂശലേമിൽ എത്തിയത്? എന്തിനാണ് പോയത്? എങ്ങനെയാണ് തെക്കേ ഇന്ത്യയിൽ എത്തിയത്? തെക്കേ ഇന്ത്യയിലെ പ്രേക്ഷകപ്രവർത്തനം എങ്ങനെയായിരുന്നു? ആരെയാണ് മാമോസം മുക്കിയത്? അന്നത്തെ തെക്കേ ഇന്ത്യ എങ്ങനെയായിരുന്നു? ഈ വക കാര്യങ്ങളൊക്കെ നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം. അവസാനിപ്പിക്കുന്നതിന് മുമ്പ് സ്പെയിനിലെ മാഡ്രിഡ് അവിടുത്തെ മ്യൂസിയത്തിലിരിക്കുന്ന തോമസ് ലീഗയുടെ ഒരു ചിത്രം, പീറ്റർ പോൾ റൂബൻസ് വരച്ച ചിത്രമാണ്. മനോഹരമായ ചിത്രമാണ്. അതൊന്ന് നിങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. നമുക്ക് തോമസ് ലീഗയെ സ്നേഹിക്കാം. അദ്ദേഹം പകർന്നത് വിശ്വാസം അത് കത്തിജ്വലിപ്പിച്ച് ഇപ്പോൾ ഒരു വല്ലാത്ത പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്ത് ഈ വിശ്വാസത്തിന്റെ ജ്വാല ജ്വലിപ്പിച്ച് നമുക്ക് ആ പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള ഒരു സ്റ്റെപ്പ് മുന്നോട്ട് എടുക്കാം.